ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്താ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയ ഇങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ മിക്കവാറും ബോയ്സ്, പ്രത്യേകിച്ച് ടീനേജ് ബോയ്സിൽ മിക്കവാറും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് കുടിക്കുന്ന സമയത്തൊക്കെ കൂടുതലും ഇഗ്നോർ ചെയ്യുന്നത് നമ്മുടെ പ്രൈവറ്റ് ഏരിയ ആണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബാക്കിയുള്ള ഏരിയനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഈ ഒരു ഏരിയയാണ്. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറില്ല, കൂടുതൽ സിറ്റുവേഷനും ഇഗ്നോർ ചെയ്യും. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ അച്ഛൻ, അമ്മ, ബ്രദർ ഒരാളും പറഞ്ഞിട്ടില്ല. നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് കാണുന്നത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും അത്ര ടാബ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഈ ചാനൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏത് ടൈപ്പിലുള്ള അണ്ടർവെയർ ഉപയോഗിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചില സമയത്ത് കണ്ട അണ്ടർവെയർസൊക്കെ ലോക്കലിൽ കിട്ടുന്നതൊക്കെ എടുത്ത് ഉപയോഗിക്കും. അത് മിക്കവാറും കോട്ടൺ ഒന്നായിരിക്കില്ല. പക്ഷേ നിങ്ങൾ അണ്ടർവെയർ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും കോട്ടൺ ആയി ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള ഏരിയയേക്കാളും ഏറ്റവും കൂടുതൽ ഹീറ്റ് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കോട്ടൺ ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ ഹീറ്റ് കൂടുതലാവും, വേറെ കുറേ ഇഷ്യൂസൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കോട്ടൺ അണ്ടർവെയർ ഉപയോഗിക്കുക. ഈ കോട്ടൺ അണ്ടർവെയർ ബ്രീത്തബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് സമയത്ത് ഉണ്ടാവില്ല. പ്രൈവറ്റ് ഏരിയ കുറേ കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ കാലിടയിലൊക്കെ ചെറിയ ഭാഗത്തൊക്കെ ചെറിയൊരു വരയൊക്കെ ആയിട്ട് ചെറിയ പോറലൊക്കെ നിൽക്കുന്നുണ്ടാവും, ചെറിയ പാടൊക്കെ ആയിട്ട്. ഇതിന് മെയിനായിട്ടുള്ള കാരണം നിങ്ങൾ അണ്ടർവെയർസാണ് ബോയ്സ്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഈ നല്ലൊരു അണ്ടർവെയർ ധരിക്കാത്തതിൻ്റെ മെയിൻ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അതായത് സൈഡിലൊക്കെ വരയൊക്കെ ആയിട്ട് പാടൊക്കെ ആയിട്ട് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് പാൻറ്റൊക്കെ ഇടുന്ന സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങൾ വേറെ അണ്ടർവെയർ ധരിക്കുന്ന സമയത്തൊക്കെ ഇത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. ഇതിന് കാരണം നിങ്ങൾ കണ്ട ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ കിട്ടുന്ന അണ്ടർവെയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ നല്ലൊരു ബഡ്ജറ്റില്ല അല്ലെങ്കിൽ അത്ര ഹൈ വാല്യൂ ഉള്ള അല്ലെങ്കിൽ അത്ര പൈസ ഉള്ള അണ്ടർവെയർ ഒന്നും ധരിക്കാതിരിക്കുക. ഒരു മീഡിയം ലെവലിലുള്ള ഒരു കോട്ടൺ അണ്ടർവെയർ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, മിക്കവാറും ബോയ്സ് ഈ അണ്ടർവെയർ ധരിക്കാതെ ഈ ബോക്സേഴ്സ് മാത്രം ഇട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് ഫ്രീ ആവട്ടെ അല്ലെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ എനിക്ക് ബോക്സേഴ്സ് ആണെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ബോൾ ഏരിയയിലെ ഈ ബോൾ ഏരിയ കുറേ താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ 24 മണിക്കൂറും 24/7 നിങ്ങൾ ബോക്സേഴ്സ് ഇട്ട് നടന്നു കഴിഞ്ഞാൽ അത് സീരിയസ് ആയ ഇഷ്യൂസിന് കാരണമാകും. ഈ ബോൾ ഏരിയ താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഒരു അൺകംഫർട്ടബിളുള്ള ഫീൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഒരു ചെറിയൊരു അൺകംഫർട്ടബിൾ ഉണ്ടല്ലോ, എന്താണെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾ ഈ ബോക്സേഴ്സ് ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ 24/7 എന്ന ബോക്സസ് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഇടയ്ക്ക് മാത്രം ഈ ബോക്സസ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. എപ്പോഴും ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരിയസ് ആയ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ വീക്കട്ടായാലും കുഴപ്പമില്ല, ട്രങ്ക് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നല്ല ഒരു അണ്ടർവെയർ ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ഏരിയ ശ്രദ്ധിക്കേണ്ടത് ക്ലീനിങ് പ്രോസസ്സാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ സ്വെറ്റിംഗ് ഉണ്ടാകുന്നത് ഈ ഒരു ഏരിയയിലാണ് ബാക്കിയുള്ള ഏരിയ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലീൻ ചെയ്യേണ്ടതും ഈ ഒരു ഏരിയയും കൂടിയാണ്. ടീനേജിലാണെങ്കിൽ ഇപ്പോൾ തൊട്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കുടിക്കുന്ന സമയത്ത് അത് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്യാൻ നോക്കുക. എപ്പോഴും കുടിക്കുന്ന സമയത്തൊക്കെ നല്ലപോലെ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇപ്പോൾ തൊട്ട് തന്നെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾ ഫ്യൂച്ചർ ബെഡ് ലൈഫൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ ആഫ്റ്റർ മാരേജ് നിങ്ങൾ പാർട്ട്ണറൊക്കെ ഇപ്പോൾ തൊട്ട് നിങ്ങളെ ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അപ്പോൾ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അത് അവർ കാണുന്ന സമയത്തൊക്കെ എന്താ എത്ര വൃത്തിയുടെ, എത്ര സ്മെല്ല്, എന്താ ഇങ്ങനെയൊക്കെയുള്ളതെന്ന് വിചാരിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് ബോയ്സ് നിങ്ങൾ ആ കാര്യങ്ങളൊന്നും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തൊട്ട് തന്നെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങൾ കുളിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഒരു ഏരിയയും കൂടിയാണ്. നിങ്ങൾ ബാക്കിയുള്ള ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ കുഴപ്പമില്ല, പക്ഷേ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലിയർ ചെയ്യുന്നവരെ നോക്കുക. നിങ്ങൾ തോർത്തൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്നുണ്ടാവും, ബാക്കിയുള്ള ഏരിയയ്ക്ക് ക്ലിയർ ആയിട്ട് നോക്കും, പക്ഷേ ആ ഒരു ഏരിയ മാത്രം ഇഗ്നോർ ചെയ്യും. അങ്ങനെ മാക്സിമം ചെയ്യാതിരിക്കുക. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നല്ലപോലെ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട്, പക്ഷേ ഭയങ്കര കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഒരു മീഡിയം ലെവലിൽ എപ്പോഴും ക്ലിയർ ചെയ്താൽ നോക്കുക. മൂന്നാമത്തെ പോയിന്റ്, ട്രിമ്മിങ് പ്രോസസ്സ്. അതായത് നമുക്ക് പ്രൈവറ്റ് ഏരിയ 3 തരത്തിൽ ട്രിം ചെയ്യാം. അതിൽ ഒന്നാമത്തത് നമ്മൾ ട്രിമ്മർ ഉപയോഗിച്ചിട്ട് ട്രിം ചെയ്യുക, രണ്ടാമത് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക, മൂന്നാമത്തത് ഷേവ് ചെയ്യാം. ഇതിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ട്രിമ്മറും സിസേഴ്സുമാണ്. എന്തുകൊണ്ട് ഷേവിങ് പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഷേവ് ചെയ്യുവാണെങ്കിൽ ആ ഏരിയയിൽ പെട്ടെന്ന് തന്നെ ഹെയർ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ സാധാരണ ട്രിമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഹെയർ വലുതുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഷേവ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെയർ വളരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഷേവ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞാൽ ചെറിയ ഹെയർ വരാൻ തുടങ്ങും. ആ സമയത്ത് ഇച്ചിങ്, അതുപോലെ തന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് തുടങ്ങും. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, നിങ്ങൾ ഇന്നർ ഉപയോഗിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ പാൻറ്റ് അവിടെയൊക്കെ ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. ആ സമയത്ത് എന്തിനാണ് ഷേവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ബോയ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷേവ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക, മാക്സിമം ട്രിം ചെയ്യുക, സിസേഴ്സ് ഉപയോഗിക്കുക. ട്രിം ചെയ്യുന്ന സമയത്ത് ഭയങ്കര അർജൻറ്റായിട്ടൊന്നും കട്ട് ചെയ്യരുത്. അറിയാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സീരിയസ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ് ട്രിമ്മിങ് ഒക്കെ.
പിന്നെ നിങ്ങൾ സിസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു അൺഈവൻ ആയിട്ടുള്ള കട്ടിംഗ് ആയിരിക്കും. കുറച്ച് ഏരിയയിൽ കൂടുതൽ, കുറച്ച് ഏരിയയിൽ കുറവ്, ഒരു അൺഈവൻ ആയിട്ടുള്ള കട്ടിംഗ് ആയിരിക്കും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ ഹെയർ കട്ട് ചെയ്തിട്ട് രണ്ടാമത് ട്രിമ്മർ ഉപയോഗിക്കാം. അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പ്രോസസ്സ്. നിങ്ങൾ ഒരിക്കലും ഈ ഏരിയയിലൊക്കെ അർജൻറ്റായിട്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അർജൻറ്റായിട്ട് ചെയ്യാതിരിക്കുക. മാക്സിമം പതുക്കെ സമയം എടുത്ത് ചെയ്താൽ മതി. നാലാമത്തെ ഫൈനൽ പോയിൻ്റാണ്, ഒരു അണ്ടർവെയർ തന്നെ ഒരു ദിവസത്തേക്ക് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. അതായത് നിങ്ങൾ രാത്രി ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം പകൽ ഉപയോഗിക്കുകയാണെങ്കിൽ പിറ്റേന്ന് മാറ്റുക. അല്ലെങ്കിൽ എക്സ്ട്രാ സ്മെല്ല് വരാൻ തുടങ്ങും. എക്സ്ട്രാ നിങ്ങൾ സൈഡിലൊക്കെ കാലിനടയിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു വെള്ള പാട പോലെയൊക്കെ കാലിനടയിലൊക്കെ രൂപപ്പെടും. അത് നിങ്ങൾ മെയിൻ കാരണം നിങ്ങൾ ഒരു അണ്ടർവെയറിനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ടീനേജ് ബോയ്സിലൊക്കെ ചിലപ്പോൾ നൈറ്റ് ഫോളൊക്കെ ഉണ്ടാവും. നൈറ്റ് ഫോളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ദുർഗന്ധമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആ അണ്ടർവെയറിനെ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൈറ്റ് ഫോളൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേന്ന് തന്നെ പെട്ടെന്ന് തന്നെ അണ്ടർവെയർ മാറ്റാൻ നോക്കുക. അത് കുഴപ്പമില്ല, ജസ്റ്റ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഒരു അണ്ടർവെയർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഭയങ്കര ഒരു പാടൊക്കെ ഉണ്ടാവും, ഒരു തരത്തിലുള്ള കറയൊക്കെ ആയിട്ട്. മാക്സിമം നിങ്ങളുടെ അണ്ടർവെയർ നിങ്ങൾ തന്നെ വാഷ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അമ്മയോ അനിയത്തിയോ ചേച്ചിയോ അങ്ങനെ ആർക്കും കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ അണ്ടർവെയർ നിങ്ങൾ തന്നെ മാക്സിമം വാഷ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നിങ്ങൾ ഒരു അണ്ടർവെയറിനെ കൂടുതൽ ദിവസം ഉപയോഗിക്കാതിരിക്കുക. അത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഭാവിയിൽ ഉണ്ടാക്കും. ഈ ഫംഗൽ ഇൻഫെക്ഷനും ബാക്കിയുള്ള ഈ വെള്ള കളർ പാടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ മാറിയില്ലെങ്കിൽ സീരിയസ് ആയിട്ട് പോയി ഡോക്ടറെ കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓയിൽമെൻറ്റ് മറ്റ് ഇതൊക്കെ തേക്കേണ്ടി വരും. അതൊക്കെ തേക്കുവാണെങ്കിൽ വീണ്ടും വല്ല സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളിത് ഫോളോ ചെയ്യാൻ നോക്കുക. ഈ ചാനൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ബോയ്സിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എത്രമാത്രം ലൈക്ക് വരുന്നോ അതനുസരിച്ച് എനിക്ക് അടുത്ത വീഡിയോസ് ഈ ടോപ്പിക്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.